അവരെ ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം അവരെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. ഈ സ്വർണ്ണപ്പാളി മോഷണത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന ശേഷമല്ലേ അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു എന്നെ കേസിൽ കൊടുക്കാൻ നോക്കുന്നു SIT. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നതാണ്. ഇതിൽ അജയ് തറയിലിനും എന്തെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയുമില്ല. അന്വേഷിച്ചോട്ടെ. ഏതാ അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ അവരന്വേഷിച്ചോട്ടെ. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് പാർട്ടി അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആ പ്രതിരോധം കൂടിക്കൂടി വരുന്നു. മാർക്സിസ്റ്റ് നേതാക്കളെ എല്ലാം ജയിലിൽ അടച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ആരെയും എടുത്തിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, നടപടിയിലേക്ക് പോകുന്നില്ല. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ എല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മാർക്സിസ്റ്റുകാരായതുകൊണ്ട് അവർക്കൊരു ബലിയാടിനെ അവർ തിരക്കി നടക്കുകയാണ്. അജയ് തറയിലല്ല, ഇനി മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ. അതൊക്കെ ആളുകൾ, ഭക്തജനങ്ങൾ ഇതെല്ലാം കാണുന്നവരല്ലേ. അതൊക്കെ വെറും ഈ സ്വന്തം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമുള്ള ചില തന്ത്രങ്ങളാണ്. രാഹുലിൻ്റെത് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു. പാർട്ടിയിലില്ലാത്ത ഒരാളെക്കുറിച്ച്, അയാളുടെ കേസിനെ കുറിച്ച് ഞങ്ങളോട് ആരോട് ചോദിച്ചാലും ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അതേ കൂടെയുള്ള ആളായാലും കൂടെ നടക്കുന്ന ആളായാലും അതേക്കുറിച്ച് രാഹുലല്ലേ മറുപടി പറയേണ്ടത്. അല്ലല്ല, അവർക്കെതിരെ ഞങ്ങൾ എന്തിനാ ആക്ഷൻ എടുക്കുന്നത്? പാർട്ടിക്കാരുടെ ആരുടെയെങ്കിലും പേരിൽ ഇവർ കേസെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണത്. രാഹുലിനെ തന്നെ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അല്ല, അതെന്തെങ്കിലുമൊക്കെ കാണും. അതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.